ഓൾറെഡി ഈസ്റ്റ് ബംഗാളുമായി അഗ്രിമെന്റിലെത്തിക്കഴിഞ്ഞെന്നും കേരള ബ്ലാസ്റ്റേഴ്സുമായും ഗോവയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു ട്രാൻസ്ഫർ റൂമറാണ് കോണർ ഷീൽഡ്സിൻ്റേത്. അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കോണർ ഷീൽഡ്സിനെ എത്തിക്കാനായാൽ എന്താണ് സംഭവിക്കുക? സ്കോട്ടിഷ് പ്ലെയറായ കോണർ ഷീൽഡ്സ് 2017 ആൽബിയൺ റോവേഴ്സിലൂടെയാണ് തൻ്റെ സീനിയർ കരിയർ തുടങ്ങുന്നത്. തുടർന്ന് 6 ക്ലബ്ബുകൾക്കായി കളിച്ച് മദർവെൽസിൽ നിന്നാണ് 2023-24 സീസണിൽ ചെന്നൈയിലെത്തുന്നത്. ക്യൂൻസ് പാർക്കിൽ 16 കളിയിൽ 7 ഗോൾ കോൺട്രിബ്യൂഷനായി ഓവൻ കോയിലിൻ്റെയും കോർണർ ഷീൽഡ്സിൻ്റെയും പാർട്ട്ണർഷിപ്പ് തിളങ്ങിയെങ്കിൽ ISL 2023-24 സീസണിലും ഒരു മികച്ച പെർഫോമൻസ് തന്നെ പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ 2ാം സീസണിലും കൺസിസ്റ്റന്റ് കളി പുറത്തെടുത്ത അദ്ദേഹം 8 അസിസ്റ്റുമായി ലീഗിലെ ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡർ ആവുകയും ചെയ്തു. ചാൻസ് ക്രിയേഷനിലും കീ പാസസിലും ഡോമിനേറ്റ് ചെയ്യുന്ന കോർണർ ഷീൽഡ്സ് അദ്ദേഹത്തിൻ്റെ ക്രോസിംഗ് എബിലിറ്റി പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ടാക്ടിക്സിലോട് വരുമ്പോൾ സ്ട്രൈക്കറായും മിഡ്ഫീൽഡിലും വിംഗിലും കളിക്കാൻ കഴിവുള്ള ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ 2023-24 സീസൺ ഫസ്റ്റ് ഹാഫിൽ കൂടുതലും 4-2-3-1 എന്ന ടീമിനെ അണിനിരത്തിയിരുന്ന ഓവൻ കോയൽ കോർണർ ഷീൽഡ്സിനെ സ്ട്രൈക്കർ റോളിലും റൈറ്റ് വിംഗിലുമായി ഇറക്കി ടീമിലെ ഏറ്റവും കൂടുതൽ ഹൈ ആയി കളിക്കുന്ന പ്ലെയറാണ്. എന്നാൽ ആ സീസണിലെ സെക്കൻഡ് ഹാഫിൽ 4-1-4-1 4-4-2 എന്ന ഫോർമേഷനും ഉപയോഗിക്കാൻ തുടങ്ങിയ ഓവൻ കോയൽ ഷീൽഡ്സിനെ ഡീപ്പർ റോളിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായും സെൻട്രൽ മിഡ്ഫീൽഡറുമായിട്ടാണ് ഉപയോഗിച്ചത്. 2024-25 സീസണിലും ഈ സെയിം ഫോർമേഷൻ വേരിയേഷൻസ് ഉപയോഗിച്ച ഓവൻ കോയൽ കോർണർ ഷീൽഡ്സിനെ ഡീപ്പർ റോളിലും ഹയർ റോളിലുമായിട്ടാണ് ഉപയോഗിച്ചത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരുമ്പോൾ ആദ്യമേ ഡേവിഡ് കാറ്റലയുടെ സൂപ്പർ കപ്പിലെ ടാക്ടിക്സ് പരിശോധിച്ചാൽ ഈസ്റ്റ് ബംഗാളിനെതിരെ 4-4-2 എന്ന രീതിയിൽ ടീമിനെ ഇറക്കിയ കാറ്റല വിപിനെ പതിവില്ലാതെ ലെഫ്റ്റ് ഫ്ലാങ്കിലാണ് കണ്ടത്. എന്നാൽ അതിൻ്റെ ഉത്തരം നവോച്ചയും ലൂണയുമാണ്. റൈറ്റ് ഫ്ലാങ്കിൽ നോവയെ കളിപ്പിച്ചപ്പോൾ ലെഫ്റ്റിൽ കളിച്ച സെൻട്രൽ മിഡ്ഫീൽഡറായ വിപിനെ തൻ്റെ ഫേവറേറ്റ് സെൻട്രൽ പൊസിഷനിലേക്ക് വന്ന് നവോച്ചയാണ് ലെഫ്റ്റ് വിംഗർ റോളിൽ കളിച്ചത്. ലൂണയ്ക്ക് ഡീപ്പർ റോളിൽ നിന്ന് പ്ലേ മേക്ക് ചെയ്യാനുള്ള അവസരവും കൊടുത്തു. പക്ഷേ മോഹൻ ബഗാനെതിരെ ലൂണയുടെ അഭാവത വിപിനെ തൻ്റെ സ്ഥിരം സെൻട്രൽ മിഡ്ഫീൽഡർ റോളിൽ ഇറക്കി അയ്മനെയാണ് ലെഫ്റ്റ് ഫ്ലാങ്കിൽ കളിപ്പിച്ചത്. കാറ്റലയുടെ കേരള പൊതുവെ ഒരു ബാക്ക് 3യിലൂടെയാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. ലോങ് ബോൾസിലെ ഡിപ്പെൻഡൻസിയും കൂടുതലാണ്. ഇനി കോർണർ ഷീൽഡ്സിനെ ഉൾപ്പെടുത്തി നിലവിലെ സ്കോറുകളെല്ലാം ചെയ്താൽ സ്ട്രൈക്കറായും റൈറ്റ് മിഡ്ഫീൽഡറായും ക്ലബ്ബ് വിടാൻ സാധ്യതയുള്ള ലൂണയെ റീപ്ലേസ് ചെയ്ത് ഇറക്കിയാൽ ചെന്നൈയിൽ കണ്ട പോലെ അറ്റാക്കും ഡിഫൻസും തമ്മിൽ കണക്ട് ചെയ്തും മിഡ്ഫീൽഡിൽ ലിങ്ക് പ്ലേസ് നടത്തിയും ടീമിനെ കവറായി ആക്ട് ചെയ്ത് ബോക്സിലോട്ടുള്ള ലേറ്റ് റൺസും പേസിയും പവർഫുള്ളായ അദ്ദേഹം ആവശ്യമുള്ള ടൈമിൽ വിത്ത് ദ ബോൾ റൺസ് നടത്തിയും കൂടുതലും റൈറ്റ് ഫ്ലാങ്കിലെ പ്രസൻസ് അവിടെ നിന്നുള്ള ആക്യുറേറ്റ് ക്രോസുകളും ഡിഫൻസീവിൽ ടീമിനെ സഹായിച്ചും ഒരു സെറ്റ് പീസ് ത്രെറ്റുമാണ് അദ്ദേഹം. റെനവാഡയുടെ പ്രസൻസിൽ കാറ്റലയുടെ തന്ത്രം എങ്ങനെയാണെന്ന് നോക്കേണ്ടതുണ്ട്. മിക്കവാറും റെനവാഡയുടെ ഒഫൻസീവ് കേപ്പബിലിറ്റീസ് കാരണം നവോച്ചയുടെ റോളിൽ റെനവാഡയെ ഇറക്കി നോവ ലെഫ്റ്റിൽ ഇറക്കാനാണ് സാധ്യത. ഓൾറെഡി ഡ്രിൻസിച്ച് ക്ലബ്ബ് വിട്ടതോടെ പുതിയ സെൻറ്റർ ബാക്കിനെയും വേറെ സൈനിങ്സും കേരളം നടത്തിയേക്കും. എന്തായാലും കോർണർ ഷീൽഡ്സിനെ കേരളത്തിൽ എത്തിക്കാനായാൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ടീമിനെ സഹായിക്കുമെന്ന് ഉറപ്പാണ്.